സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ഒരു രേഖയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ധവളപത്രം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ധനകാര്യ വകുപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. ഞങ്ങളൊരു ഒബ്ജക്ഷൻ പറഞ്ഞിരുന്നു. ഇതിനകത്തൊരു കമ്മിറ്റി വെച്ചു. കമ്മിറ്റിയെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് അതിനകത്തുള്ള ആളുകളെ പറ്റിയൊക്കെ അവർ നല്ല ഈ രംഗത്ത് പണ്ഡിതന്മാരാണ്. പക്ഷേ ധനകാര്യ വകുപ്പ് അവതരിപ്പിച്ചായിരുന്നു മുമ്പൊക്കെയുള്ള ധവളപത്രങ്ങൾ. അപ്പോൾ ഇന്ന് ധവളപത്രം അങ്ങനല്ലോ. ഇന്നിപ്പം കേരളത്തിലെ ഫിസിക്കൽ ഹെൽത്തിനെ സംബന്ധിച്ചൊരു സ്റ്റാറ്റസ് റിപ്പോർട്ട് എന്നതിലെല്ലാം വന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ പറയാം, ബാക്കി കാര്യങ്ങൾ പിന്നാലെ പറയാം വിശദമായിട്ട്. നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയുകയും ചെയ്യും. ആദ്യത്തെ കാര്യം, ഈ ധവളപത്രം ഇങ്ങനെ ഇറക്കിയത് നല്ലതാണ്. ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളെ പറ്റി അറിയുന്നത് നല്ലതാണ്. ഞങ്ങൾക്കും അതിന് താല്പര്യമുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവായ ശ്രീ വി ഡി സതീശൻ ഇരുന്നതുപോലല്ല മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നതിന് നമ്മളും അതേ ഗൗരവത്തിൽ തന്നെയാണ് കാണുക. പ്രതിപക്ഷം എന്ന നിലയിൽ കൈകാര്യതപോലല്ല, സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയണമല്ലോ. അപ്പോൾ ധവളപത്രം ഇങ്ങനെ വന്നു. ധവളപത്രത്തിൻ്റെ കാര്യത്തിനകത്ത് ആദ്യത്തെ കാര്യം പറയാനുള്ളത്, ഈ രേഖയിൽ ഒരു പ്രധാന ഗുണം, അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ടും UDF കുറേ വർഷമായിട്ടും പറഞ്ഞുകൊണ്ടിരുന്ന കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയില്ല, വലിയ കടക്കണിയിലാണ് എന്നുള്ള കാര്യം പോയി. അദ്ദേഹം കഴിഞ്ഞ വർഷം നിങ്ങളോട് പറഞ്ഞ പത്രസമ്മേളനത്തിലെ വാർത്തയാണിത്. 6 ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ കടം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ ഇതുപോലെ മന്ത്രി എന്ന നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പം കഴിഞ്ഞ വർഷം അതിനങ്ങേ വർഷമൊക്കെ 6 ലക്ഷം കോടിയൊന്നുമില്ല, 4,80,000 കോടിയാണ് വരിക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല, ഇതൊക്കെ എനിക്കറിയാം എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 5,07,000 കോടിയാണ് കേരളത്തിൻ്റെ ആകെ കടമെന്ന് പറയുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ കടമല്ല, 13ാമത് സ്ഥാനമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നത് ശരിയാണ് എന്ന് വരാൻ ഒരു കാര്യമായി. കാരണം ഇപ്പോൾ വരെയുള്ള കടം നോക്കുമ്പോഴാണ് 5,07,000 കോടി. ഞാൻ പറഞ്ഞ 4,88,000 കോടി ഉണ്ടായിരുന്നുള്ളത്. നേരത്തെ ഞങ്ങൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി വസ്തുതയാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം ശരിയല്ല എന്നും തെളിയിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനിപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം ഞാൻ എപ്പോഴും പറയുമ്പോൾ നിങ്ങളോടെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ രേഖകളിലുള്ള കാര്യം കള്ളം പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കേരളത്തിന് കുറച്ച് ബാധ്യത നിൽക്കുന്നുണ്ട്. അതേതാ? പ്രധാനമായിട്ടും DA/DR അരിയേഴ്സ് ആണെന്ന് കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടി നമുക്കൊരു 40,000 കോടി, DA അരിയേഴ്സും DR അരിയേഴ്സും മറ്റെല്ലാം കൂടി 40,000 കോടിയുണ്ട്. അങ്ങനെയല്ല. അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു, പത്രസമ്മേളനത്തിൽ പറഞ്ഞു, മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത പേജാണ് എൻ്റെ ഉള്ളത്, എല്ലാ പത്രം റിപ്പോർട്ട് ചെയ്തതാണ്. 1 ലക്ഷം കോടിയിലധികം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 1.25 ലക്ഷം കോടിയോളം കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റും ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നിപ്പോൾ എത്ര എക്സാജറേറ്റ് ചെയ്ത് കൂട്ടിയിട്ടും 48,000 ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, എല്ലാം കൂടി ചേർന്ന് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കടമൊന്നുമായിട്ട് വരുന്നതല്ല, ബില്ല് ഓരോ മാസവും റേസ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അടക്കം. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് മാസം ധനകാര്യമന്ത്രി എന്നതിൽ ഞങ്ങളുള്ള മുഴുവൻ പണവും ഞങ്ങളുടെ മുന്നേ വന്ന എല്ലാ ബില്ലും ക്ലിയർ ചെയ്തു. പക്ഷേ അതിനുശേഷം ഏപ്രിലും മെയിലും വരുമല്ലോ, ഏപ്രിലും മെയിലും കൂടെ വന്നിട്ടുള്ള ചില ഡിപ്പാർട്ട്മെൻറ്റുകളുടെ 100, 300, 200 കോടിയൊക്കെ കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 48,000 കോടിയുള്ളൂ. അപ്പോൾ 2 കാര്യങ്ങൾ ധവളപത്രം വഴി മനസ്സിലായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് അതിവിശ്വസനീയമായി കേരളത്തിൽ 6 ലക്ഷം കോടിയിലധികം കടമാണെന്നും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം 1 ലക്ഷത്തിലധികം കോടി കൊടുക്കാനുണ്ടെന്നും 1.25 ലക്ഷം കോടി കൊടുക്കാനുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് പറഞ്ഞത് ശുദ്ധ തെറ്റായ കാര്യമാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞ ആ നുണ അത് തെറ്റിപ്പോയി എന്ന് ഇപ്പോൾ രേഖയിലുണ്ട്, ഇറക്കിയ ഈ ധവളപത്രത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. അദ്ദേഹവും അത് പറയണം. ഇവിടെ വന്നിട്ട് അടുത്ത ന്യായങ്ങളാണല്ലോ പറയുന്നത്, അത് പറയേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ഈ വസ്തുത പുറത്തു വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ധവളപത്രത്തിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞു, ഇത് ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം അവിടെ പറഞ്ഞത്, ഇപ്പോൾ ഇതിനകത്തെ ഡീറ്റെയിൽസ് എല്ലാം പുറത്താർക്കും കൊടുക്കാൻ പാടില്ല. ശ്രീ KM ചന്ദ്രശേഖർ ക്യാബിനറ്റ് സെക്രട്ടറി, ഞങ്ങളും എല്ലാ കാര്യങ്ങൾക്കും സഹകരിപ്പിച്ചത്. ഞാൻ ഫിനാൻസ് കമ്മീഷൻ്റെ കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യവും അദ്ദേഹം ഡിസ്കസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വലിയ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ അവർ ചെയ്ത നല്ലൊരു പ്രവൃത്തിയാണ്. അവരെപ്പോലും സമിതിയെ കൊണ്ട് ഇനിയും ചില നിർദ്ദേശങ്ങൾ ഒപ്പിക്കാം, പഠിപ്പിക്കാം, അതൊക്കെ നല്ലതുമാണ്. കാരണം അത് നല്ല ആളുകളാണ്. പക്ഷേ നാളെ ഇതേപോലൊരു ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ, കേരളത്തിൻ്റെ ഖജനാവിനകത്തെ മാസം തോറുമുള്ള ദിവസം തോറുമുള്ള സീക്രട്ടും കാര്യങ്ങളെല്ലാം കൂടി പുറത്തു കൊടുക്കാൻ പാടില്ല. അതൊരു രഹസ്യ സ്വഭാവമുണ്ട്. കാരണം നമ്മുടെ പേയ്മെൻറ്റും നമുക്ക് വരവും ചെലവും മനസ്സിലാക്കി പുറത്തുള്ള ആൾക്ക് ഇടപെടാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാം, അതിനകത്ത് ഇടപെടാം. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കരുത് എന്ന് നമ്മൾ പറയുന്നത്. ഏതായാലും ഇങ്ങനൊരു ധനകാര്യ കമ്മീഷൻ, ഇങ്ങനൊരു ഒരു ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വന്നല്ലോ, അവരെ കൊണ്ട് ഇവിടെ മാത്രം അവസാനിപ്പിക്കരുത്.
ഇപ്പോൾ പറഞ്ഞേക്കുന്ന 5 ഗ്യാരണ്ടികളുണ്ട്. അതിനത്ര ചിലവ് വരും, അതെങ്ങനെ കൊടുക്കും, എങ്ങനെയാണ് അതിൻ്റെ സോഴ്സ് എന്നുള്ള കാര്യം കൂടി ഇവരെ കൊണ്ട് തന്നെ പഠിപ്പിച്ചിട്ട് ഒരു റിപ്പോർട്ടൂടെ മേടിക്കണം. ഇതെന്ന് പറഞ്ഞാൽ നിലവിലുള്ള പൊസിഷനാണ്. അപ്പോൾ അത് ഒരു റിപ്പോർട്ടൂടെ അതിൻ്റെ ഭാഗമായിട്ട് വരണം. അത് വളരെ പ്രധാനമാണ്. കാരണം എത്രയാണ് കോസ്റ്റ് എന്നുള്ളത് ഇപ്പോൾ അറിഞ്ഞൂടാ. അത് കൊടുക്കേണ്ടതാണ്, കൊടുക്കാൻ പറ്റും സാമ്പത്തികമായിട്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴത്തെ കാര്യം ഇപ്പോഴും അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ എല്ലാം കേട്ടില്ല, ചില പോയിന്റ്സ് കണ്ടു, നിയമസഭയിൽ പറഞ്ഞത് കേട്ടു. ഏറ്റവും പ്രധാന പ്രശ്നം ഈ ധവളപത്രം തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ഫിസ്ക്കൽ കണ്ടീഷൻ തയ്യാറാക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടാനുള്ള പണം എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥിതിയിലേക്ക് വന്നത് എന്ന് പറയേണ്ടതാണ്. എന്നാലേ ഈ ഒരു ഫിസ്ക്കൽ കണ്ടീഷനെ പറ്റി പറയാൻ പറ്റൂ. കേന്ദ്ര ഗവൺമെൻറ്റിലൊക്കെ ഉദ്യോഗസ്ഥന്മാരായിരുന്നവർ ചിലപ്പോൾ ഒരു പക്ഷേ ക്രിട്ടിക്കലായിട്ട് അതെല്ലാം പറയില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്ഫേഴ്സ് ഏറ്റവും കൂടുതൽ കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഇതിനകത്ത് പറയാത്തൊരു കാര്യമുണ്ട്. ഞാൻ ധനകാര്യമന്ത്രിയായി വരുന്ന ആദ്യത്തെ വർഷം 33,000 കോടിയാണ് സെൻട്രൽ ഗ്രാൻഡ് കിട്ടിയിരുന്നത്. ലാസ്റ്റ് വർഷം അത് 7,000 കോടിയേ ഉള്ളൂ. അപ്പോൾ ഗ്രാൻറ്റുകൾ വലിയ തോതിൽ വെട്ടിക്കുറച്ച് തുടങ്ങിയ കാര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഗ്രാൻറ്റുകൾ വലിയ തോതിൽ കുറഞ്ഞു. 2017 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ട്രഷറിയിലുള്ള ഡെപ്പോസിറ്റ് പോലും ഇപ്പോൾ ബോറോയിങ് ആയി കണക്കാക്കി 2017 ശേഷം 2022 ശേഷം 2021 ഞങ്ങൾ ചുമതലയെടുത്തത്. 2022 ശേഷം കിഫ്ബിയും പെൻഷൻ കമ്പനി എടുത്തതെല്ലാം ഞങ്ങളുടെ ബോറോയിങ്ങിൽ പെടുത്തി. അതുകൊണ്ട് 5 വർഷം കൊണ്ട് ബോറോയിങ്ങിൽ കിട്ടേണ്ട തുക 1.25 ലക്ഷം കോടിയോളം കിട്ടിയില്ല. സെൻട്രൽ ഗവൺമെൻറ് പോളിസിയാണ് കാരണം. രണ്ടാമത് GST വന്നതിന് ശേഷം 14% GST ആദ്യത്തെ റേറ്റ് അനുസരിച്ച് നമ്മുടെ ടാക്സ്. അത് കുറഞ്ഞ് ഇപ്പോൾ 8-9% കുറഞ്ഞ് 2-3 പ്രാവശ്യം. അപ്പോൾ അങ്ങനെ വരുമാനം കുറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പരാമർശിച്ചിട്ടേ ഇല്ല. ശരിക്കും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വരുമാനം കുറഞ്ഞത് എന്തുകൊണ്ടാണ്? ഈ ടാക്സിനകത്ത് വലിയ മാറ്റം വരുത്തിയുണ്ട്. അപ്പോൾ അത് പറഞ്ഞിട്ടില്ല, പറയേണ്ടതാണ്. കാരണം അതിനെപ്പറ്റി ജോയിൻ്റായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഞങ്ങളുമുണ്ട് ഭരണപക്ഷത്തിൻ്റെ കൂടെ. ഞങ്ങൾ അവരുടെ കൂട്ട് സഹകരിക്കാതിരിക്കുന്നവരല്ല. കേരളത്തിൻ്റെ താല്പര്യത്തിന് ഞങ്ങളുണ്ട്. അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളെ സംബന്ധിച്ച് അവരുടെ ഫിസ്ക്കൽ രംഗത്ത് വന്നേക്കുന്ന മാറ്റങ്ങളെപ്പറ്റി വളരെ കൃത്യമായി പറയേണ്ടതാണ്. പിന്നെ അദ്ദേഹം വളരെ വാചാലമായി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും എടുത്തു പറയാൻ സമയമെടുക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഇതിനകത്ത് വളരെ വലിയ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട്, അല്ലേ, 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് 20,400 കോടി രൂപ അതിൽ കുറവുണ്ട്. എന്നിട്ട് പറഞ്ഞെന്താ, ഒരു അസംഷനിൽ ത്രൂ എ വൈൽഡ് ഗസ് the then finance minister presented a budget by ballooning the income എന്നാണ്. എന്താണ് അതിനകത്ത് തെറ്റ് ചെയ്തിട്ടുള്ളത്? ഫൈനാൻസ് കമ്മീഷൻ 16ാം ധനകാര്യ കമ്മീഷൻ്റെ മുന്നിൽ കേരളത്തിന് കിട്ടേണ്ട തുകയെ സംബന്ധിച്ച് ഞങ്ങൾ മെമ്മോറാണ്ടം കൊടുത്തു. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയും എല്ലാ പാർട്ടികളെയും ഉൾപ്പെടെ ഞങ്ങൾ സഹകരിപ്പിച്ച് മെമ്മോറാണ്ടം കൊടുത്തു. കേരളത്തിന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് 3.82% ആണ്. അത് കഴിഞ്ഞ ധനകാര്യ കമ്മീഷന് മുമ്പ് 2.5 ആയി. ധനകാര്യ കമ്മീഷൻ അത് 1.92 ആയി. ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ധനകാര്യ പണ്ഡിതന്മാർ, ഇപ്പോൾ ഈ കമ്മിറ്റിയുടെ ബഹുമാന്യ അംഗമായിട്ടുള്ള ശ്രീ KM ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകളെല്ലാം ഞങ്ങളെ ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും അഭിപ്രായങ്ങൾ പറയാനുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് കൊടുത്ത ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രപ്പോസൽ 3% കിട്ടേണ്ട തരത്തിലേക്ക് ഒരു പ്രപ്പോസലാണ് കൊടുത്തത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റും തരണം എന്ന് പറഞ്ഞിരുന്നു. അവസാനം കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കുറച്ചധികം കിട്ടി. 1.92 എന്നുള്ളത് 2.38 ആയി. ഫലത്തിൽ ഒരു വർഷം 10,000 കോടി രൂപ ഇപ്പോൾ അധികം കിട്ടും. അതാണ് ഈ ഗവൺമെൻറ്റിന് വന്ന ഏറ്റവും വലിയ ആശ്വാസം. 10,000 കോടി അധികം കിട്ടും. 5 വർഷം ആകുമ്പോൾ 50,000 കോടിയല്ല അധികം ആവുന്നത്. കാരണം ഓരോ വർഷത്തെ ഇൻഫ്ലേഷനും അല്ലെങ്കിൽ വരുമാന വർഷനോട് വരുമ്പോൾ 70,000 കോടി രൂപ 5 വർഷം കൊണ്ട് അധികം കിട്ടും. നല്ല കാര്യം. ഏത് ഗവൺമെൻറ് ആയാലും അത് വേണ്ടതാണ്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ അന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു, മൊത്തം ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ആ പണം വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതിനകത്ത് വെച്ചപ്പോൾ 2.8 വരുമെന്നുള്ള കണക്ക് കൂട്ടി അത് അധികമായി പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് 14,000 കോടി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. അങ്ങനെ 20,000 കോടി അത് കിട്ടിയില്ല. നമ്മൾ ബഡ്ജറ്റ് സാധാരണ തയ്യാറാക്കുമ്പോൾ ടാക്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സാധാരണ കാണിക്കുന്നതിന് ചിലപ്പോൾ അത്ര അറ്റൻഡ് ചെയ്യില്ല. ഞാൻ പറയട്ടെ, ജനുവരി മാസം 29-ാം തീയതി ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് ഫെബ്രുവരി ആദ്യമാണ് വരുന്നത്. ഫെബ്രുവരി ആദ്യം വരുന്ന ആ കേന്ദ്ര ബഡ്ജറ്റിനൊപ്പമാണ് 16ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്നത്. അതിനു മുമ്പ് കേരളത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഞങ്ങൾ 2.4 കിട്ടൂ, അല്ലെ 2.2 കിട്ടും എന്ന് എഴുതി വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് ന്യായമല്ലേ? ഇതാ കേരളം തന്നെ പ്രതീക്ഷിച്ചത് ഇത്രയാണ്. ഞങ്ങൾക്ക് കിട്ടേണ്ട അർഹതയുണ്ടെന്നുള്ളത് അതിൽ കാണിക്കണം. അതൊരു
ഫിസിക്കൽ ഡിസിഷനാണ്, പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ പണം കേരളത്തിന് കിട്ടേണ്ടതാണ്. കാരണം സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കേസ് നടത്തി നമ്മുടെ കാര്യത്തിന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളായിരുന്നു കേസ് കൊടുത്തത്. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ്, ശ്രീ വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന UDF ഗവൺമെൻറ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് മുമ്പിൽ ആ കേസ് വരുമ്പോൾ അവർ കേസ് നടത്തുന്നോ ഇല്ലയോ എന്നുള്ളത് അവരുടെ സ്വഭാവം. കേസ് നടത്തേണ്ടതാണ്. ചിലപ്പോൾ BJP ഗവൺമെൻറ് ആയതുകൊണ്ട് ഇനി അവർ നടത്തത്തില്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ആ ഫിനാൻഷ്യൽ ആർഗ്യുമെൻറ്റ് അതിനകത്ത് കിടക്കേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ 2.8% വെച്ചത്. അപ്പോൾ 4000 കോടി അതിൽ കുറവുണ്ടെന്നാണ്. പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് 14,000 കോടി കുറഞ്ഞു. എന്തോ വലിയൊരു വഞ്ചന നടത്തി പറ്റിച്ചു എന്നുള്ള കാര്യത്തില്ല. ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? അദ്ദേഹം ഇപ്പം മുഖ്യമന്ത്രിയല്ലേ. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉണ്ടായ കാലം മുതൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ധനകാര്യ കമ്മീഷൻ വെച്ചിരുന്ന കാലം മുതൽ ഈ 16ാം ധനകാര്യ കമ്മീഷൻ വരെ എല്ലാ ധനകാര്യ കമ്മീഷന്റെ റെക്കമെൻഡേഷനിലും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഉണ്ടായിരുന്നു. ഇതാദ്യമായിട്ടാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നിർത്തുന്നത്. ഞങ്ങളെന്താ എവിടെയും പോയിട്ട് മുൻകൂട്ടി വലിയ ജോത്സ്യം നോക്കിയിട്ട് ഇത് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് കേരളത്തിന് വേണ്ടാന്ന് പറയണോ? കേരളത്തിലെ ഗവൺമെന്റുകളുടെ കണ്ടിന്യൂഷനാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ലാസ്റ്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഞങ്ങളുടെ അഭിപ്രായം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടുമെന്നാണ്. അതിന്റെ കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ എല്ലാ ബഡ്ജറ്റിലും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൊടുക്കും. അത് തന്നില്ല. ഇപ്പോഴും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് തരത്തില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല കേട്ടോ. ആ റെക്കമെൻഡേഷൻ്റെ ആ ഭാഗം ബ്ലാങ്കായിട്ട് ഇട്ടേക്കുന്ന ഒരു പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് തരാം. അഥവാ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് തരുന്നില്ലെങ്കിൽ 4-5 ലക്ഷം കോടി രൂപ ഓരോ വർഷവും, അല്ലെങ്കിൽ ആകെ ഒരു പീരീഡിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സ്റ്റേറ്റിന് കിട്ടുകയും ചെയ്യും. ആ പണം ഉണ്ടോ അവിടെ. പക്ഷെ പ്രശ്നം ഇവിടെ എന്താ? രാഷ്ട്രീയം പറയുമ്പം കേരളത്തിലെ പ്രതിപക്ഷത്തിനെ ആക്രമിക്കാൻ വേണ്ടി മാത്രം പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും കണ്ടിട്ട് വലിയ പരാതി പറഞ്ഞത് ഫിനാൻസ് കമ്മീഷനെ പറ്റി? അദ്ദേഹം പറഞ്ഞ പരാതി, ഞങ്ങൾക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നിർത്തിക്കളഞ്ഞു ആദ്യമായിട്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ 30% ശമ്പളം വെട്ടിക്കുറച്ചു എന്നാണല്ലോ കോൺഗ്രസ് ഈ വി ഡി സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ നേതാവും ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർത്തി. ഇവിടെ നിർത്തി എന്നുള്ളതിന് ഇടതുപക്ഷത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പിണറായിയെയും ഞങ്ങളെയും ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും പഴയ ഗവൺമെൻറ്റിനെയും കുറ്റം പറയല്ല, BJP കാണിച്ചത് മര്യാദകേടാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കുക വേണ്ടത്. അല്ലാതെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് വേണം എന്ന് ഞങ്ങൾ പറഞ്ഞാണോ തെറ്റ്? ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി പറഞ്ഞതും കർണാടകത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞതും തെലങ്കാനയിലെ മുഖ്യമന്ത്രി പറഞ്ഞതും ഞങ്ങളും പറഞ്ഞുള്ളൂ. കാരണം കേരളത്തിന് ഇൻട്രസ്റ്റ് ആണ്. ഇതുവരെയുള്ള 15 ധനകാര്യ കമ്മീഷനുകളും തന്നിട്ടുള്ള റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇതാദ്യമായിട്ട് ഡിനൈ ചെയ്തു. അതാണ്. അപ്പോൾ അതുകൊണ്ട് ആ 20,000 കോടി രൂപ കുറയ്ക്കും പ്ലാനിലെന്ന. ഞാനൊരു കാര്യം വളരെ കൃത്യമായി പറയാം. ബഡ്ജറ്റ് വരുന്നതേ ഉള്ളൂ. അതാണ് ഏറ്റവും പ്രധാന പോയിന്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. 20,000 കോടി രൂപ കുറച്ച് പ്ലാനിൽ കുറയ്ക്കാനുള്ള ഐഡിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലായത്. പ്ലാനിൽ 20,000 കോടി കുറഞ്ഞെന്ന, പ്ലാനിലല്ല, ബഡ്ജറ്റിൽ 20,000 കോടിയുടെ ഈ കാൽക്കുലേഷന് വ്യത്യാസം വരും. പക്ഷേ ബഡ്ജറ്റിനകത്ത് മറ്റ് സ്ഥലങ്ങളിൽ നോൺ പ്ലാൻ ഐറ്റത്തിൽ ഉൾപ്പെടെ ഇതിന് പറ്റുന്ന സേവിങ്സ് ഉണ്ട്. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് തന്നെയാണ്, സാലറി ആൻഡ് പെൻഷൻ ഹെഡിൽ 96,000 കോടിയുണ്ട്. സാധാരണ കോസ്റ്റ് 80,000 കോടിയേ വരൂ. ഞാൻ ഓരോന്നും പറയാം. ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയുന്ന ഉചിതമല്ല, ഞാൻ അസംബ്ലി വരുമ്പോൾ പറഞ്ഞോളാം. പ്ലാൻ കട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. പ്ലാൻ കട്ട് ചെയ്താൽ എന്താ? കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് പോകും. ഇതെന്തിനാണ് ഇങ്ങനെ രേഖ ഇറക്കിയത്? അവർക്ക് ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കണമെങ്കിൽ പൈസ കണ്ടെത്തിക്കോ, പക്ഷെ പ്ലാൻ കട്ട് ചെയ്യണ്ട. ഈ പറ്റിൽ പണമുണ്ട്, ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള പണമുണ്ട്, അതിനകത്ത് പണമുണ്ട് എന്നുള്ളത് ആവർത്തിച്ച് ഞാൻ പറയുകയാണ്. 5 വർഷക്കാലം ഫിനാൻസ് കൈകാര്യം ചെയ്ത ഒരാളെന്നല്ലേ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഈ പണം എന്തോ വലിയൊരു തട്ടിപ്പാണ്. ഞാൻ പറഞ്ഞ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റേറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പം പണം അതിനകത്ത് എടുക്കാനുള്ള പണമുണ്ട്. പക്ഷെ ഞങ്ങൾ ബഡ്ജറ്റ് വെക്കുമ്പോൾ ഈ കഴിഞ്ഞ 50-60 വർഷം കിട്ടിയതുപോലെ തന്നെ കിട്ടണമെന്നുള്ള ആവശ്യം വെക്കേണ്ടതാണെന്നുള്ളതുകൊണ്ടാണ് അത് വെച്ചത്. അപ്പോൾ അതാണ് ഈ 2 കാര്യമാണ് അദ്ദേഹം ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ട് ഇവിടെ പറഞ്ഞത്. അത് പ്ലാൻ അങ്ങനെ കുറയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ നേരത്തെ കിട്ടിയതിൻ്റെ കണക്കൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടെ ഈ ധവളപത്രത്തിൻ്റെ അകത്ത് ഉള്ള ഒരു പോയിന്റിങ് ഉണ്ടല്ലോ എങ്ങോട്ടാണ് എന്നുള്ളത്. അപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞു ആകെ കടമാണ് 48,000. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1.25 ലക്ഷം കോടി ഉണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് വിഴുങ്ങിയിട്ട് ഇപ്പോൾ 48,000. ആ 48,000-ത്തിനകത്ത് DAയും മരിയേഴ്സും ഒക്കെയാണ് 35,000 കോടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഇവിടെ സിവിൽ സപ്ലൈസിന് സിവിൽ സപ്ലൈസിന് ഈ 2,800 കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് നെല്ലിൻ്റെ കൊടുക്കാനുള്ള പണമാണ് ഒരു ഭാഗം. നെല്ലിൻ്റെ കൊടുത്തന്നെയാണ്. നെല്ലിൻ്റെ കിട്ടാനുള്ളത് കേന്ദ്രത്തിൽ നിന്ന് മാത്രം 1,500 കോടി കിട്ടാനുണ്ട്. ഇപ്പോൾ PM ശ്രീ നമ്മൾ ഒപ്പിട്ടില്ലല്ലോ. PM ശ്രീ ഒപ്പിട്ടാലും ഇല്ലേലും തരണ്ട,
1500 കോടിയിലധികം രൂപ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. PMC ഒപ്പിടണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. PMC കിട്ടിയിട്ടില്ല, അതിൻ്റെ പണം കിട്ടാനുണ്ട്. UGC ഇന്ത്യയിലെ ഒരൊറ്റ സ്റ്റേറ്റിൽ മാത്രമേ കൊടുത്തുള്ളൂ, ഗുജറാത്തിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 1500 കോടി കിട്ടാനുണ്ട്. അദ്ദേഹം ഇവിടെ കുറേ കണക്കുകൾ പറഞ്ഞു. അദ്ദേഹത്തിന് കിട്ടിയ ഫീഡ്ബാക്ക് ആയിരിക്കും ഇങ്ങനെ പണം ഓരോ സ്ഥലത്തും കിട്ടാനുണ്ട്. ഒരു കണക്ക് കൂടി ഞാൻ പറയാം. 48,000 കോടി എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. 2016 ഞങ്ങൾ ഗവൺമെൻറ് ഇറക്കിയ ധവളപത്രമുണ്ട് അന്നത്തെ. അന്ന് 25,000 കോടി രൂപ ഡ്യൂസ് ഉണ്ട്. ഏത് ഗവൺമെൻറ് സമയത്ത് ഒരു ഡ്യൂസ് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ SC ST പോലുള്ള വളരെ ടച്ചിങ് ആയുള്ള മേഖലകളെന്ന് പറഞ്ഞു. SC STയുടെ വന്ന മുഴുവൻ ബില്ലുകളും നമ്മൾ എല്ലാം തീർത്തതാണ്. പക്ഷേ പിന്നീട് മാർച്ച് മാസത്തിലോ ഏപ്രിൽ മാസത്തിലോ വരുന്ന ഏതെങ്കിലും ബില്ലുകൾ കാണും. 300 ചില്ലാനം കോടിയുണ്ട്. 300 ചില്ലാനം കോടിയുണ്ട്. പക്ഷേ സ്കോളർഷിപ്പ് ഞങ്ങളുടെ സമയത്ത് തന്നെ UGC SC ST സ്കോളർഷിപ്പ് കുടിശ്ശിക 4,770 കോടി രൂപ തീർത്താണ് ഞങ്ങൾ. എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് കോവിഡ് സമയത്ത് ഉണ്ടായിരുന്ന ഉൾപ്പെടെ തീർത്താണ്. 300 ചില്ലാനം കോടി രൂപ പിന്നെ ബില്ല് റേസ് ചെയ്ത് വന്നതാണ്. കാരണം പണം അവിടെ ഇല്ലാതില്ല, ഇതുപോലുള്ള കാര്യത്തിൽ ഒരു തടസ്സവും ഇല്ല. അപ്പം അത് നമ്മൾ രാഷ്ട്രീയം പറയാം, പക്ഷേ ബേസിക്കായ കാര്യങ്ങളിൽ ഫാക്ട് പറയണം. ഇപ്പം ഞാൻ പറഞ്ഞത് പ്ലാൻ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ പണം അവിടെ ഉണ്ട്. ഞങ്ങൾ 20,000 കോടി രൂപ എക്സ്പെക്ട് ചെയ്ത് വെച്ചു എന്നുള്ള സത്യമാണ്. എവിടെയും ഒളിച്ചു വെക്കുന്നില്ല. അത് കള്ളത്തരമല്ല, പിന്നെ തെറ്റായ രീതിയല്ല. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് തരാതിരുന്നത് തെറ്റാണ്, തരുന്നതാണ് എന്നുള്ളതുകൊണ്ടാണ് അത് വെച്ചത്. പിന്നെ കണക്കും അതിനകത്ത് വെച്ചു, അതിനകത്ത് വ്യത്യാസമില്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം, മറ്റെല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല, ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം ഈ ഡോക്യുമെൻറ്റിൻ്റെ ഒരു ഫോക്കസാണ്. റീസ്ട്രക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, സർക്കാർ ജീവനക്കാർക്കൊരു വിസ്മയം പറഞ്ഞിട്ടുണ്ട്. അത് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതായിരിക്കും. 6,000 കോടി രൂപ ഒരു വർഷം കിട്ടുമെന്നുള്ള കണക്കും അതിനകത്തുണ്ട്. എന്തായാലും അവർ തീരുമാനിക്കട്ടെ, അതിനെപ്പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ വരട്ടെ. അതാണ് ഒരു കാര്യം. 6,000 കോടി വെച്ച് ഒരു വർഷം കിട്ടും. അപ്പോൾ ശമ്പള പരിഷ്കരണത്തിൻ്റെയൊക്കെ കമ്മീഷൻ സാധാരണഗതിയിൽ ഇതേ സമയത്തൊക്കെ തന്നെയാണ് വെക്കുന്നത്. ഞങ്ങൾ ശമ്പള പരിഷ്കരണത്തിനകത്ത് ഫിറ്റ്മെൻറ്റ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ കാര്യവും കൊടുത്തു കഴിഞ്ഞു. പിന്നെ കുറച്ച് കുടിശ്ശിക വരും. ആ കുടിശ്ശികയുടെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പോൾ 6,000 കോടി വെച്ച് സേവിങ്സ് വരുമ്പോൾ റിട്ടയർമെൻറ്റ് ഏജിൻ്റെ കാര്യത്തിനകത്തായിരിക്കും അതൊരു ഡയറക്ഷൻ. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് PSUs കൃത്യമായി മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഈ ഡോക്യുമെൻറ്റിൽ നിന്ന് കാണുന്നത്. വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ളത് മതി, കാരണം കൂടുതൽ PSUs ഉണ്ട്. അത് വിറ്റിട്ട് അതിൻ്റെ പണം മേടിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 മേഖലകളാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങളടുത്ത 5 6 ഒക്കെ വർഷം കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നോക്കിക്കോളൂ. ഇലക്ട്രിസിറ്റി മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള ഡയറക്ഷൻ ഈ രേഖയിലുണ്ട്. ഇലക്ട്രിസിറ്റി മോണിറ്റൈസ് ചെയ്യാനുള്ള ഒരു അതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. പ്രൈവറ്റൈസ് ചെയ്യുന്നില്ലെന്ന് എഴുതിയിട്ടുള്ളൂ. ഇലക്ട്രിസിറ്റി മേഖല മോണിറ്റൈസ് ചെയ്യാനുണ്ട്. ഇലക്ട്രിസിറ്റി മേഖല സ്വകാര്യവൽക്കരിച്ചിട്ടുള്ള സ്റ്റേറ്റുകളിലാകെ എന്താണ് ജനങ്ങളുടെ പവർ പർച്ചേസിൻ്റെ പവറിൻ്റെ എല്ലാം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ 1 പേജൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. 1 ഇതാ. 2 അദ്ദേഹം വളരെ വാചാലമായിട്ട് വിമാനങ്ങളും സിവിൽ ഏവിയേഷനെ പറ്റി പറഞ്ഞു. നമുക്ക് 2 സ്വകാര്യ വിമാനത്താവളങ്ങളുണ്ടെന്ന് പറഞ്ഞു. കണ്ണൂർ എയർപോർട്ട് നഷ്ടത്തിലാണ്, ലാഭത്തിലാവുന്നതേ ഉള്ളൂ. പുതിയ എയർപോർട്ട് ഇന്ത്യയിലെ നല്ല ലോകത്തെ തന്നെ ഏറ്റവും നല്ല മോഡലാണ് സിയാൽ വിറ്റഴിക്കാതിരുന്നാൽ കൊള്ളാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. കേരളത്തിനെ ഒരു ഏവിയേഷൻ സെക്ടർ ആക്കുക എന്നുള്ളതാണ്. പവർ, പിന്നെ ഈ പറഞ്ഞ എയർപോർട്ട്, ദെൻ തേർഡ് വൺ ഈസ് പോർട്ട് എക്കണോമി ആക്കുന്നു. വളരെ വളരെ വിശാലമായ കണക്കുകളൊക്കെയാണ്. സഭയിൽ ഞാൻ 2-3 പ്രാവശ്യം വലിയ മറുപടിയൊന്നും പറയാനും ഒരു സംശയം ചോദിക്കാൻ നോക്കി നിന്ന് സമയം കിട്ടിയില്ല. 3ാമത്തെ പോർട്ടാണ്. പോർട്ട് വിഴിഞ്ഞം വന്നു. ഈ കേരളത്തിൽ ഇവർ പറഞ്ഞല്ലോ ഞങ്ങൾ വലിയ കടമാക്കിയെന്ന്. കടമാക്കി അധികമായിട്ടുള്ള ആ കടത്തിൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. കേരളത്തിൽ ഈ ഡോക്യുമെൻറ്റിൽ തന്നെ പറയുന്നു 33.6 ആണ് ഞങ്ങളുടെ GSDPയും ബോറോയിങ്ങും തമ്മിലുള്ള കമ്പാരിസൺ. അതൊരു ഘട്ടത്തിൽ 39 വരെ പോയതാണ് കോവിഡ് സമയത്ത്. ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റിൽ തന്നെ പറയുന്നു, കാര്യം സത്യസന്ധമായി പറഞ്ഞേക്കുന്നത്, അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. റവന്യൂ ഡെഫിസിറ്റ് നമ്മൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 33.6 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പറയുന്ന സ്റ്റാൻഡേർഡിനനുസരിച്ച് അത് കുറഞ്ഞു. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തന്നെ പറഞ്ഞു 5 സ്റ്റേറ്റുകൾ ഫിസ്ക്കൽ കൺസോളിഡേഷൻ മെച്ചപ്പെട്ടതിൽ 1 കേരളമാണെന്ന്. അപ്പം ആ കടത്തിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ഞങ്ങൾ ഒരു ഘട്ടത്തിൽ ഒരു വർഷം റവന്യൂ ഡെഫിസിറ്റ് 5.31 ആയിരുന്നു കോവിഡ് സമയത്ത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ GSDPയുടെ 5.31 കടമെടുത്തിടത്തു നിന്നാണ് താഴോട്ട് വന്നിട്ട് ഇപ്പോൾ 3.16 വരെ വന്നിരുന്നു. ഈ കടത്തിൻ്റെ കാര്യത്തിനകത്ത് കുറവ് വന്നപ്പോൾ
വേറൊരു കാര്യം പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, തെറ്റായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെന്നാണ്. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞൊരു ഹെഡ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞങ്ങൾ ബഡ്ജറ്റിൽ കൊണ്ടുവന്നത്. അതെന്താ വെച്ചാൽ കിഫ്ബി അടക്കമുള്ള സ്ഥാപനങ്ങൾ പ്ലാനിലെ ചില കാര്യങ്ങൾ, നോൺ പ്ലാനിലെ ചില സാധനങ്ങൾ, ഉദാഹരണത്തിന് പഞ്ചായത്തിന് അതെല്ലാം എടുക്കാൻ പറ്റിയിട്ടില്ല. പഞ്ചായത്തിന് നമ്മൾ കൊടുക്കുന്ന 10,000 കോടിയിൽ റോഡ് പണിയുന്നതും ബിൽഡിംഗ് പണിയുന്നതും 3,000 കാണും. നിലവിലെ കണക്കനുസരിച്ച് അത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് അത്തരം കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ 2022-23 21,635 കോടിയാണ് സ്പെൻഡ് ചെയ്തത്. 26-27 30,969 കോടി ആണ് എക്സ്പെക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇങ്ങനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യാത്തൊരു സ്റ്റേറ്റ് ആണെങ്കിൽ വിഴിഞ്ഞം പോർട്ട് കേന്ദ്രത്തിൽ നിന്നൊരു പണമില്ല, ഇവിടുന്ന് ഒരു പണമില്ല. വിഴിഞ്ഞം പോർട്ട് ഞാൻ അഭിമാനത്തോട് പറയുന്നു, ധനകാര്യമന്ത്രി എന്ന നിലയിൽ 5 വർഷക്കാലത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട് ആ വിഴിഞ്ഞം സ്വന്തം നിലയിൽ കേരള സംസ്ഥാനത്തിന് അതിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതാണ് വിഴിഞ്ഞം. ഇപ്പോൾ കേന്ദ്രമന്ത്രിയെ കാണാൻ പോയപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ കേരള ഡെലിഗേഷൻ, നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പോയപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്താ? നാഷണൽ ഹൈവേക്ക് നമ്മൾ കൊടുത്ത 5,800 കോടി നമ്മുടെ ബോറോയിങ് ആയി അഡീഷണൽ തരണമെന്നല്ലേ? ഈ നാഷണൽ ഹൈവേക്ക് പണം കൊടുത്തത് 5,800 കോടി നമ്മളാണ്. ഈ 2 കാര്യം എടുത്താൽ മാത്രം 11,000 കോടി ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതല്ലേ കേരളം മൊത്തം കടക്കണിയിലാക്കി, കൊള്ളയടിച്ചു, കുഴപ്പമാക്കല, നശിപ്പിച്ചു എന്ന് പറയുന്നതിന് അതിൽ അടിസ്ഥാനമുണ്ടോ? അദ്ദേഹത്തിന് കേരളം ഒരൊറ്റ സിറ്റി ആവണം, പോർട്ട് ലെഡ് സിറ്റി ആവണം, കേരളത്തിന് എയർപോർട്ടുകളെ ഇങ്ങനെ ഉപയോഗിക്കണം, കേരളത്തിൽ അത് ചെയ്യണമെന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ളതാണ്, അതെല്ലാം അവിടെ കാണാനുണ്ട്. ഇതെല്ലാം ഉള്ള സ്ഥിതിക്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം പൊളിറ്റിക്കലായിട്ട് ഈ ഡോക്യുമെൻ്റ് വെച്ച് പറയരുത്. എന്തായാലും ഈ ഡോക്യുമെൻ്റ് വന്നപ്പോൾ ഉണ്ടായൊരു ഗുണം, ഈ നേരത്തെ അദ്ദേഹം ഊതിപ്പെരുപ്പിച്ച് പറഞ്ഞ കണക്കുകളൊന്നും ശരിയല്ല എന്നുള്ളത് വ്യക്തമായി. ഞങ്ങൾ പറഞ്ഞതാണ് ആ കണക്കുകളുടെ കാര്യത്തിൽ ശരിയെന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. ഇനി ഖജനാവിൽ കിടക്കുന്ന പണത്തെപ്പറ്റി പറഞ്ഞു. അവിടെയും പറഞ്ഞു നിങ്ങൾക്ക് 50,000 രൂപ ശമ്പളം കിട്ടുന്നു, ഒരാൾക്കും ഒരു പൈസയും കൊടുക്കുന്നില്ല, എന്നിട്ട് 50,000 ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണോ? ഇവിടെ ആരെങ്കിലും 50,000? ഞാൻ പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് ശ്രീ ഏക്കാനണി പറഞ്ഞു. അദ്ദേഹം ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹം പറഞ്ഞു സതീശന് ആവശ്യമില്ലാത്ത അധികം കാര്യങ്ങളൊന്നും എല്ലാവരും പറയുന്ന കേട്ട് ചെയ്യരുത്, കുറച്ച് കയ്പുനീര് കുടിക്കേണ്ടി വരും, പണ്ടത്തെ എൻ്റെ അനുഭവം ഓർമ്മയുണ്ടല്ലോ, ഒരു പൈസയും ചിലവാക്കരുതെന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പണ്ടത്തെ സ്ഥിതി നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമുക്കൊക്കെ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനമാണ്. വിമാനത്തിൽ ടിക്കറ്റ് കിട്ടുന്നില്ല, കോഫി ഹൗസിൽ നിന്ന് ചായ തരുന്നില്ല, ഉച്ചയ്ക്ക് ഊണ് പോലും കിട്ടുന്നില്ല. ഇതാണല്ലോ പറഞ്ഞത്, മുണ്ട് മുറുക്കി കൊടുക്കാൻ പറഞ്ഞത്. ആ സ്ഥിതിയല്ല. ലിക്വിഡിറ്റി ഉണ്ടാവണമെങ്കിൽ ഇവിടെ പണം കിട്ടാതെ വന്ന് എല്ലാവരും പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? സാധാരണ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, ഗവൺമെൻറ് ഞാനീ പറഞ്ഞ DA/DR ഒഴിച്ച് ബാക്കിയെല്ലാം, അതാണ് ഞങ്ങൾ ഇപ്രാവശ്യം വെച്ചേക്കുന്ന ബഡ്ജറ്റിലും അതിൻ്റെ 1 ഗഡു 2 ഗഡു കൊടുക്കാൻ പണം വെച്ചിട്ടുണ്ട്. DA/DR കുടിശ്ശികയുണ്ട്. ഇപ്രാവശ്യം വെച്ചതിനകത്ത് 8,000 കോടിയെങ്കിലും DA/DR കൊടുക്കാൻ പണം വെച്ചിട്ടുണ്ട്. ഞാൻ തയ്യാറാക്കി അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ കണക്ക് വെച്ച് ഞാൻ പറയുകയാണ്, അതിന് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പണമല്ലാതെ ഇപ്പം കാസ്പ് ആശുപത്രിയിലെ ബില്ല് വരുന്നു, ബിൽ ഡിസ്കൗണ്ടിങ്ങിൽ അവർ മാറുന്നു, ആ പണം കൊടുക്കുന്നു. കോൺട്രാക്ടർമാർക്ക് ബിൽ ഡിസ്കൗണ്ടിങ് കൊടുക്കുന്നു, 6 മാസത്തിനകം പണം കൊടുക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ. ഈ പണമെല്ലാം റണ്ണിങ് ആണ്. എവിടെങ്കിലും ഇവിടെ വരുമ്പോൾ ആരെങ്കിലും കടം തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടോ എവിടെയും? ഗവൺമെൻറ് അങ്ങനെ കടം കൊടുക്കാനില്ല. കടം കൊടുക്കാനുണ്ടെന്ന് ധരിച്ചിട്ടാണല്ലോ 6 ലക്ഷം കോടിയാണെന്നും 1.25 ലക്ഷം കോടി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കാര്യം ഇപ്പം അല്ല എന്ന് മനസ്സിലാക്കുമ്പം സത്യം പറയണം. ഇവിടെ 50,000 രൂപ ശമ്പളമുണ്ട്, പാലുകാരന് കൊടുത്തില്ല, പത്രക്കാരന് കൊടുത്തില്ല, മറ്റവർക്ക് കൊടുത്തില്ല. അങ്ങനല്ല. ശ്രീ ഏക്കാനണി പറഞ്ഞ പോലെ ടിക്കറ്റും തരുന്നില്ല, ചോറും തരുന്നില്ല, പൊറോട്ടയും തരുന്നില്ല, പാലും തരുന്നില്ല എന്ന സ്ഥിതിയല്ല ഈ ഗവൺമെൻറ്റിനുള്ള. ഞങ്ങൾ സാധാരണഗതി നോക്കുമ്പം മാർച്ച് 31-ാം തീയതിയാണ് ആ ഫിനാൻഷ്യൽ ഇയർ. അതിനുശേഷം ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിലൊന്നും ഞങ്ങളാരും ഇടപെട്ടിട്ടില്ല. 31-ാം തീയതി കഴിഞ്ഞു, ഏപ്രിൽ 9-ാം തീയതി ഇലക്ഷനാണ്. ആ 31-ാം തീയതി 6,300 കോടിയുണ്ട് ക്യാഷ് ബാലൻസ്. മെയ് 3-ന് ഞങ്ങളാരും എടുത്ത് തൃശ്ശൂരിൽ നിന്നൊരു പത്രപ്രവർത്തകനോ ഒരു ചെറുപ്പക്കാരനോ എനിക്ക് അറിഞ്ഞുകൂടാ ആളെ, അവരെടുത്തതാണ് ഈ വിവരാവകാശം അനുസരിച്ച് റിസർവ് ബാങ്കിൻ്റെ കണക്കാണ് ഈ പറഞ്ഞ 5,400 സംതിങ് കോടി ഉണ്ട് എന്നുള്ളത്. എപ്പോഴും ലിക്വിഡിറ്റി ഉണ്ടോ എന്നുള്ളത് പ്രധാന പ്രശ്നമാണ്. നിങ്ങളും ഞാനും പണം കൈകാര്യം ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി ഒരു പ്രശ്നമാണ്. നിങ്ങൾ വീടിന് ലോൺ എടുത്തിട്ടുണ്ടാവും, കാറിന് ലോൺ എടുത്തിട്ടുണ്ടാവും, 10 വർഷം കൊണ്ടോ 20 വർഷം കൊണ്ടോ അടച്ചു തീരുന്നത്, അത് ആ വർഷം കൊണ്ട് അടച്ചു തീരും, അതാണ് ലോങ് ടൈം ലോൺ. പക്ഷേ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പണമുണ്ടോ, യാത്ര ചെയ്യാൻ പണമുണ്ടോ, വണ്ടിക്കൂലി എടുക്കാനുണ്ടോ, പെട്രോൾ അടിക്കാൻ പണമുണ്ടോ എന്നുള്ളതാണല്ലോ ലിക്വിഡിറ്റി ഇഷ്യൂ. ആ ലിക്വിഡിറ്റി ഉണ്ട് കേരളത്തിൽ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു, ഇനി വെച്ച് താമസിപ്പിക്കേണ്ട, ഇനി നിയമസഭയുള്ളപ്പോൾ സംസാരിക്കാൻ പറ്റും. 3-ാം ഗഡു പഞ്ചായത്തിന് കൊടുത്തില്ലെന്ന്. 3-ാം ഗഡു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം
ഇലക്ഷൻ കമ്മീഷൻ്റെ അനുവാദം ചോദിച്ച് എഴുതി. ചീഫ് സെക്രട്ടറി ACS ഫൈനാൻസ് എഴുതി. ഇലക്ഷൻ കമ്മീഷൻ്റെ അനുവാദം കിട്ടിയില്ല. അത് വ്യക്തിപരമല്ല, ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കണം. ഇപ്പോഴത്തെ നമ്മുടെ ശ്രീ രത്തൻ കേൾക്കർ അദ്ദേഹം വ്യക്തിപരമായിട്ടല്ല, ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിട്ടേ കൊടുക്കാൻ പറ്റൂ. ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് 2000 കോടി രൂപ പെട്ടെന്ന് പഞ്ചായത്തിലേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു തർക്കം വരാം, അല്ലാതെ പണമില്ലാത്ത പ്രശ്നമില്ല. അപ്പോൾ ഇത്തരം തമാശകളോ ഇത്തരം ഉദാഹരണങ്ങളോ കാര്യമില്ല. 50,000 രൂപ കൈ വെച്ചുകൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. കൊടുക്കേണ്ട എല്ലാ സ്ഥലത്തും കൊടുക്കാനുണ്ട്, ഇപ്പോഴും കൊടുക്കാനുണ്ട്. അദ്ദേഹം വന്നിട്ട് പെൻഷൻ കൊടുക്കാനുള്ള പണം അപ്പം തന്നെ അനുവദിക്കാൻ പറ്റിയതും ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ആശാ വർക്കർമാർക്കും അംഗൻവാടിക്കാർക്കും ഒക്കെ ആനുകൂല്യം കൊടുക്കാൻ പറ്റിയതും KSRTCക്ക് ഇത് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞതും ഇവിടെ ലിക്വിഡിറ്റി ഉള്ളത് കൊണ്ടാണ്. ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഞങ്ങളും അതിൻ്റെ കൂടെ ചേരും. കാരണം കിട്ടാനുള്ളതിൽ നല്ലൊരു പണം കേന്ദ്രത്തിൽ തന്നെ മേടിച്ചെടുത്താൽ അത്ര പണം കിട്ടേണ്ടതുണ്ട്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി പോയതുപോലെ കർണാടകത്തിനും തെലങ്കാനയും മറ്റ് 8 സ്റ്റേറ്റുകളുണ്ടല്ലോ നമ്മുടെ പ്രതിപക്ഷം, അവരെയും കൂടെ ഇപ്പോൾ 7 സ്റ്റേറ്റായി. 7 സ്റ്റേറ്റിനെ കൂട്ടി നമുക്ക് പോവാം, ചോദിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ഞങ്ങൾ സഹകരിക്കും. പക്ഷേ ഇല്ലാത്ത കാര്യം പറയരുത്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കേരളമാകെ സാമ്പത്തികമായി തകർന്നു സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ട് ഈ കണക്കൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ. അന്നേരം ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇതൊക്കെ കൊടുക്കാതിരിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ. ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് നോക്കാൻ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. പ്ലാൻ ഇതിൻ്റെ പേരിൽ കട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനടിസ്ഥാനമില്ല. ഇപ്പോൾ വളരെ ക്ലിയറാണ്, ബഡ്ജറ്റ് വരുമ്പോൾ പ്ലാൻ കട്ട് ചെയ്യാനുള്ള ഉദ്ദേശമാണ്, എന്നിട്ട് മറ്റു കാര്യങ്ങൾക്ക് പമ്പ് ചെയ്യാനാണ്. നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ പറഞ്ഞേക്കുന്നത് നടപ്പിലാക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പണം എന്നുള്ളത് നിങ്ങൾ ഈ എക്സ്പെർട്ട് കമ്മിറ്റിയെ കൊണ്ടുവന്ന് അവരെ കൊണ്ടുവന്ന് നിർദ്ദേശം വെപ്പിക്കൂ. അതിന് ഞങ്ങളുടെ പറ്റിൽ ഞങ്ങൾ സാമ്പത്തികമായി കുഴപ്പമുണ്ടാക്കിയെന്ന് പറയേണ്ടതില്ല. ഞങ്ങൾ ബഡ്ജറ്റിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഗവൺമെൻറ് വരുമെന്ന് വെച്ചാണല്ലോ ഇലക്ഷൻ മത്സരിക്കുന്നത്, വന്നില്ല, പരാജയപ്പെട്ടു. പക്ഷെ ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പണം അതിനകത്തുണ്ട്. ഞാൻ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ കിട്ടുന്നതിനേക്കാളും ഒരു വർഷം 10,000 കോടി വെച്ച് അധികം കിട്ടി. 10 വർഷം മുമ്പ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 3,300 കോടിയായിരുന്നു ഒരു മാസത്തെ റവന്യൂ വരുമാനം. ഈ കഴിഞ്ഞ ഏപ്രിലിൽ അത് 11,000 കോടിയായി വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം കിട്ടുന്നതിനേക്കാളും ഒരു മാസം 1,500 കോടിയെങ്കിലും അധികം ഇപ്പോൾ ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ റവന്യൂ, കഴിഞ്ഞ 5 വർഷത്തെ ഓരോ മാസത്തെ വരുമാനം എനിക്കറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. ടാക്സിൻ്റെ കാര്യത്തിൽ, GSTയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രോത്ത് ഏപ്രിൽ മാസത്തിൽ അതിനു മുമ്പും അതിനുശേഷവും കേരളത്തിലാണ്. അപ്പോൾ അങ്ങനൊരു സ്ഥിതിയാണ്. അപ്പോൾ അത്രയും ചെയ്ത ചില നല്ല കാര്യങ്ങളുണ്ട് LDFന്. വിചാരിക്കുന്നിടത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ പരസ്പരം ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പോവാം. പക്ഷേ എല്ലാം കുഴപ്പമാണ്, മൊത്തം അങ്ങ് പോയി എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഇത്തരം പറയേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഈ രേഖയുടെ ബാക്കി കാര്യങ്ങൾ വിശദമായി ഓരോന്നും വെച്ചിട്ട് തരാം. ഇത്തരം പൊതുവായ കാര്യങ്ങളെന്ന് വെച്ച് പറയുന്നത്. അതിൽ കിഫ്ബിയുടെ കാര്യം അദ്ദേഹം വിശദമായി ഇവർ പഠിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കിഫ്ബിയുടെ കാര്യം ഒരു കാര്യം ദിവസം പറഞ്ഞു, കിഫ്ബി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ മെമ്പർമാർക്കും ആശങ്കയുണ്ട് ഇതില്ലാതായി പോകുമെന്നുള്ളത്. നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ആ നല്ല കാര്യങ്ങൾ പെട്ടതാണല്ലോ ഞാൻ പറഞ്ഞ നാഷണൽ ഹൈവേയുടെ പണം ഉൾപ്പെടെ കൊടുത്തത് അതുവഴിയാണ്. അപ്പോൾ കിഫ്ബിയുടെ കാര്യത്തിനകത്ത് കിഫ്ബി ഒരു നല്ല മോഡലാണെന്നും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കുറച്ചുകൂടി റവന്യൂ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞേക്കുന്നത്. അല്ല കിഫ്ബി ആസ് എ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ആസ് എൻ ഐഡിയ അത് പിന്നെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നുള്ള പോയിന്റാണ് ഞാൻ കണ്ടത്. പക്ഷേ കിഫ്ബിയെ പറ്റി മറ്റെന്താ ഓരോന്ന് പറയുമ്പോൾ നോക്കാം. ഓഫ് ബഡ്ജറ്റ് അവർ പറഞ്ഞതിനകത്ത് ഞാനും പറയുന്ന കാര്യമാണ്. ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വർഷം 40,000 കോടിയാണ് സ്റ്റേറ്റിന് കടമെടുക്കാനുള്ളത്. കിഫ്ബി 5,000 കോടി എടുക്കുന്നു. അത് 45,000, ഈ 40,000 നമുക്ക് കിട്ടും, പിന്നെ 5,000 എക്സ്ട്രായും കിട്ടും. എന്നിട്ട് കിഫ്ബി അടച്ചു തീർക്കണം. അതിന് പകരം 2022 മുതൽ അവർ ഈ 5,000 കൂടി നമ്മുടെ ഈ 40,000 പിടിച്ചു. അപ്പോൾ നമുക്ക് എഫക്റ്റീവ്ലി കിട്ടുന്നത് 35,000 ആയി. പിന്നെ ബാക്കി കിഫ്ബി. ഈ ഒരു പ്രശ്നം നമ്മളെ ബാധിച്ചിട്ടുണ്ട് സാമ്പത്തികമായി. പക്ഷെ അത് തുടങ്ങി വെച്ച വർക്കുകൾ മുന്നോട്ട് പോവുകയും ഈ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിന് നമ്മൾ കിഫ്ബി എന്ന് പറയുന്നതിനെ ദുർബലപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ കിഫ്ബി ദുർബലപ്പെടുത്താനായിട്ടുള്ള ശ്രമം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കേരളത്തിൻ്റെ എക്കണോമിക്ക് ഒരു പ്രത്യേകത. അദ്ദേഹം പറഞ്ഞു കേരളത്തിൻ്റെ എല്ലാ കണക്കുകളും ഞാൻ എടുക്കാഞ്ഞതാണ്. കേരളത്തിൽ നമുക്ക് വെൽഫെയർ എക്സ്പെൻസസ് കൂടുതലാണ്, കടം കൂടുതലാണ്. പക്ഷെ കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി നമ്മുടെ എക്സ്പെൻഡിച്ചർ സ്വഭാവം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ പബ്ലിക് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, മറ്റു കാര്യങ്ങൾ. ഇവിടെ ഈ ഡോക്യുമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ ഞാൻ കരിമണൽ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. 3 പ്രധാനപ്പെട്ട സെക്ടർ ഞാൻ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായിട്ടുള്ള ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള സാധനം നമ്മുടെ കരിമണൽ തന്നെയാണ്. ഞങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നല്ലോ ഒരു മിനറൽ കോറിഡോർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന EVകളിൽ അതിന് വേണ്ട മാഗ്നറ്റ്, ആ മാഗ്നറ്റിന് വേണ്ട ആവശ്യമായ ധാതുക്കൾ ഇപ്പോൾ ചൈന എന്നാണ് മെജോറിറ്റി ഉള്ളത്. ഇന്ത്യക്ക് ഈ കരിമണലിൽ നിന്ന് അതെടുക്കാം. അതുകൊണ്ട് മാഗ്നറ്റ് അടക്കം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇതിന് പ്രൈവറ്റൈസേഷൻ കിട്ടിയാൽ വലിയ തോതിൽ ആളുകൾ കൊണ്ടുപോകും. പ്രൈവറ്റൈസ് ചെയ്തിടത്തൊന്നും അതത് ജനങ്ങളുടെയും രാജ്യങ്ങളുടെയും താല്പര്യമല്ല സംരക്ഷിച്ചിട്ടുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനകത്തൊരു പൊതുമേഖല വേണമെന്നുള്ള സമീപനം പറയുന്നത്. ഇതിനകത്ത് ഞാൻ എടുത്തു പറഞ്ഞ 3 മേഖല, ഈ ബ്ലൂ എക്കണോമി, കരിമണൽ, ഇതെല്ലാം
വലിയ തോതിലുള്ള പ്രൈവറ്റൈസേഷനാണ്. ഞാനിപ്പോൾ തുടക്കം വന്നാൽ ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ 3 മേഖല, ഇപ്പോൾ ഞാൻ ഈ 4ാമത്തെ മേഖല, കേരളത്തിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ സ്ഥലം വിറ്റാൽ മതിയല്ലോ, കുറേ സാധനങ്ങൾ വിറ്റാൽ മതിയല്ലോ, കുറേ മോണിറ്റൈസ് ചെയ്താൽ മതിയല്ലോ, പണം ഉണ്ടാവുമല്ലോ. അതിനൊരു വലിയ മിടുക്കൊന്നും വേണ്ട. അതിനെങ്ങനെ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് സംരക്ഷിച്ചുകൊണ്ട് ചെയ്യും എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് അത്തരത്തിൽ ഒരു വലിയ പ്രൈവറ്റൈസേഷന് ശ്രമം വന്നു കഴിഞ്ഞാൽ അത് സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഏറ്റവും സമ്പന്നമായ ഒരു ധാതു ലവണമാണ് നമ്മുടെ ഉള്ളത്. കാരണം മാഗ്നറ്റ് ഉണ്ടാക്കാൻ മാത്രമല്ല, ടൈറ്റാനിയം എന്ന് പറയുന്ന ലോഹ അടക്കം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിനെ ഏറ്റവും നന്നായി ചെയ്യുക എന്നുള്ളതാണ്. അതെല്ലാം വിറ്റിട്ട് അതിൽ നിന്ന് പണം മേടിക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഇവരുടെ ഊന്നൽ ഒക്കെ അതിൽ നിന്ന് പിന്നെ ഫണ്ട് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എന്ന നിലയിൽ കാണുന്നുണ്ട്. അത് അപകടകരമാണ്. അതിന് പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പേപ്പർ തയ്യാറാക്കിയത്. ഞാൻ പറയുന്നു, ഞങ്ങൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ അതിനകത്തെ മുഴുവൻ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ നിലവിൽ നമ്മുടെ എക്കണോമി ശക്തിപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇത് മൊത്തം ഈ തരത്തിൽ ഇല്ലാതാക്കേണ്ട കാര്യമില്ല. ഏത് വകുപ്പും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലും ഒരു സ്ട്രീം ലൈനിങ് ഒന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ചിട്ടപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം, അതിനൊന്നും നമ്മളാരും എതിരല്ല. പക്ഷേ ഇതാകെ വിറ്റിട്ട് ഇത് മൊത്തം ഗവൺമെൻറ് ഇതൊക്കെ നടത്തേണ്ട കാര്യമില്ല, വരുമാനമാണ് പ്രധാനം എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ഗവൺമെൻറ് ഈ പബ്ലിക് സെക്ടർ എല്ലാം നടത്തേണ്ട കാര്യമൊന്നുമില്ല, വരുമാനമാണല്ലോ പ്രധാനം എന്ന് പറയുന്നതും അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കട്ടൻ റൈസറാണ്. ഇതൊരു അവതരണ ഗാനം മാത്രമാണ് ഈ ഡോക്യുമെൻ്റ്. അവതരണം കട്ടൻ റൈസറാണ്, ബാക്കിയെല്ലാം ഇറ്റ് വിൽ ഫോളോ. ബെല്ല് വന്നു, ബാക്കിയെല്ലാം വരും. ശാസ്ത്രീയമായി ഞാൻ പറഞ്ഞല്ലോ, ആ സേവിങ്സ് വേറെ ആ പ്ലാനിൽ തന്നെ ഉണ്ട്. ഞാൻ ധനകാര്യ രഹസ്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നേ ഇപ്പോൾ പറയേണ്ട കാര്യമില്ല, പറയുന്നത് ശരിയല്ല, പറയേണ്ട കാര്യമില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീക്രട്ട് സെക്ഷനിൽ നിന്നുള്ള കണക്കുകൾ പുറത്തു പോകരുതെന്ന് പറഞ്ഞ പോലെ. എന്നാൽ ഇത് നമ്മളൊരു എക്സ്പെക്ട് ചെയ്ത് ചെയ്തതാണ്, പക്ഷേ ആവശ്യമായ കുഷൻ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തൊരു ഷോർട്ടേജ് വന്നാലും ചെയ്യാൻ പറ്റുന്ന കുഷനുണ്ട്. ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയോട് ആ കാര്യങ്ങൾ നമുക്കറിയുന്ന ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. അതിനുള്ള കുഷനുണ്ട് അവിടെ. അതുകൊണ്ട് നടക്കാത്തൊരു കാര്യമല്ല. 2,39,000 കോടി രൂപയാണ് നമ്മുടെ ബഡ്ജറ്റ് സൈസ്. പ്ലാൻ എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്ലാൻ അല്ല, ബഡ്ജറ്റ് സൈസാണ്. ബഡ്ജറ്റ് സൈസ് 2,39,000 കോടിയിൽ നിന്ന് കുറച്ച് ഈ പറഞ്ഞ ഷോർട്ടേജ് വരുന്ന ബഡ്ജറ്റ് സൈസിലേക്ക് പോയാലും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പറയുന്നു. കാരണം ഞാനത് തയ്യാറാക്കുമ്പോൾ ഞാൻ പ്രതിപക്ഷമാവുമെന്നും ഇവർ വരുമെന്നും വെച്ചല്ലല്ലോ. ഇലക്ഷൻ ആകുമ്പം ആരും വരാം, ജയിക്കാൻ തോക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നടത്താവുന്ന തരത്തിൽ തന്നെയാണല്ലോ ബഡ്ജറ്റ് തയ്യാറാക്കിയേക്കുന്നത്. ഞങ്ങളാണ് വരുന്നതെങ്കിൽ ഇത് നടത്തത്തില്ല എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുള്ള സ്പേസ് അതിലുണ്ട്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കലും എക്കണോമിക്കലും സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റായ പ്രശ്നം എന്താ? ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂ ഉണ്ട്. ധനകാര്യ കമ്മീഷനിൽ നമുക്ക് ഈ പണം കിട്ടേണ്ടതാണ്, അത് കിട്ടും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. 2.8 സംതിങ് ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. രേഖയിൽ 2.8 വെക്കുന്നതിന് പകരം 2.5 വെച്ച് കഴിഞ്ഞാൽ 3 വെച്ച് കഴിഞ്ഞാൽ പണം കുറയ്ക്കുന്നതിന് അവർക്ക് ന്യായമാവും. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇല്ല എന്ന് വെച്ചാൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് തരത്തില്ല. ഇപ്പോഴും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് അനൗൺസ് ചെയ്തിട്ടില്ല. അവർ അനൗൺസ് ചെയ്യും എന്നാണ് എല്ലാ സ്റ്റേറ്റും പറയുന്നത്. അപ്പോൾ കേരളത്തിന് പോയി പറയുന്നത് ഞങ്ങൾ 14,500 പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ ധനകാര്യമന്ത്രി അവർ പിന്നെ നമ്മളിത് 0 ആക്കി കാണിച്ചാൽ പിന്നെ അവർ അനൗൺസ് ചെയ്യുമ്പോൾ തരുമോ? നിങ്ങൾക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് വേണ്ടാന്നാണല്ലോ നിങ്ങളുടെ ബഡ്ജറ്റിൽ പറഞ്ഞേക്കെന്ന് പറയില്ലേ? അപ്പോൾ ചിലത് കിട്ടാനുള്ള കടം ചിലപ്പോൾ കിട്ടത്തേ ഇല്ല, എഴുതി തള്ളുന്ന പിന്നെ കിട്ടാനുള്ള തുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എനിക്ക് തരാനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കാണിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തരുമോ? അതാണ് അതിൻ്റെ. അതൊരു ബഡ്ജറ്റിങ് തന്നെയാണ്. അത് ഫോർ ദി ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്ഥാപനത്തിലായാലും അതിനു വേണ്ടി തന്നെയുള്ളൊരു ബഡ്ജറ്റിംഗ് ആണ്. പക്ഷേ അതിന് വേറെ സേവിങ് ഏരിയാസ് ഉണ്ട്, അതിനുള്ള കുഷനുണ്ട്. അത് ഞാൻ ഉത്തരവാദിത്തോട് പറയുന്നത് അതിനകത്ത് പണം ഇട്ടിട്ടുണ്ട്. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ അവർ ചോദിച്ചിരുന്നെങ്കിൽ പറഞ്ഞു കൊടുത്തേനെ കേട്ടോ, പറയാൻ പറ്റത്തില്ല അവർ.